എന്നാ നീ നിൻ്റെ ഇഷ്ടം ചെയ്യും എന്ന് പാരൻസ് പറയും. അവർക്കറിയാം എന്തോ ഒരു പന്തികേടുണ്ട്, ഈ ചെറുക്ക ശരിയല്ല, അല്ല ഈ പെൺകുട്ടി ശരിയല്ല. അകത്ത് അവർക്കൊരു തോന്നലുണ്ട്. ഞാൻ പറയാം, എൻ്റെ അർത്ഥം പാരൻസ് പറയുന്നത് തന്നെ മുഴുവൻ ചെയ്യണമെന്നൊന്നുമല്ല, പാരൻസ് അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുമല്ല ഞാനീ പറയുന്നത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് നമ്മുടെ മേലുണ്ട്. നമ്മുടെ 52 ദിവസത്തെ പ്രാർത്ഥന അതിശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അതിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി ബാക്കി കുറച്ച് ഏതാണ്ട് ഹാഫ് ഓഫ് ദ പോർഷൻ കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഓഗസ്റ്റ് 21 നമ്മുടെ 52 ദിവസത്തെ പ്രാർത്ഥന സമീപിക്കുന്നത്. എന്താണ് ഈ ഒരു 52 എന്ന് പറയുന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകളൊക്കെ കാണും. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ, നമ്മൾ ബൈബിളൊരു പുസ്തകമാണ് നെഹമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം 52 ദിവസങ്ങളുണ്ട് ഒരു മതിൽ പണിതതിനെക്കുറിച്ചാണ്. അതിനു മുന്നേ 150 വർഷമായിട്ട് തകർന്നു കിടന്നത്, ആരും പണിയാൻ ധൈര്യം കാണിക്കാതിരുന്നത്, ഒരു ജാതീയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിക്കാരനായി നിൽക്കുന്ന ഒരു കൊട്ടാരം ഉദ്യോഗസ്ഥനായിരിക്കുന്ന അദ്ദേഹം തീരുമാനമെടുത്ത് ആ മതിൽ പണിയാൻ തീരുമാനിക്കുകയാണ്. അതോടുകൂടി അവിടെയുള്ള പല സംവിധാനങ്ങൾക്കും പല രീതികൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കും ഒക്കെ മാറ്റം വരുന്ന ഒരു തലത്തിലേക്ക് ആ ഒരു പണി പുരോഗമിക്കപ്പെട്ടപ്പോൾ അതുപോലെ ബാക്കി കാര്യങ്ങൾ കൂടെ സ്ഥാപിതമാക്കപ്പെട്ടു. അതുകൊണ്ട് ഈ 52 ദിവസത്തെ പ്രാർത്ഥനയിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് വലിയ പണികൾ നടക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ, നമ്മുടെ ദേശത്ത് അങ്ങനെ ശക്തമായ ചില പണികൾ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന മറ്റ് ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് ആ സൂമിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് നമുക്ക് ഒരു വെൽവിഷറാണ് എറണാകുളത്ത് നിന്ന് ബ്ലെസ്സിങ് ടുഡേയിൽ ഉണർവിൻ്റെ കാറ്റടിക്കുവാൻ പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ 52 ദിവസത്തെ പ്രാർത്ഥന നടക്കുമ്പോൾ അതിശക്തമായൊരു ഉണർവിൻ്റെ കാറ്റടിക്കുവാൻ, ഞങ്ങളുടെ രാജ്യത്ത് ദൈവത്തിൻ്റെ സമാധാനം ഈ പ്രാർത്ഥനയുടെ 52 ദിവസത്തിനകത്ത് ദൈവികമായ തീർപ്പുകൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ഭരണം വരുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുവജനത്തിൻ്റെ സംരക്ഷണത്തിനും അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ട് ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വാവ്, സാധാരണ ഒരു സ്പോൺസർ പോലും ഇത്തരത്തിലുള്ളൊരു പ്രയർ റിക്വസ്റ്റ് ഇടാറില്ല. എല്ലാവരും അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇട്ടുന്നത്. എനിവേ, ഇന്നത്തെ സ്പോൺസർ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുന്നമേ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വർക്കലയിൽ 8-ാം തീയതി നടക്കുന്ന സ്പെഷ്യൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ദയവായി കടന്നു വരിക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് വിക്ടറി ഇൻ പ്രയർ. സന്തോഷമുള്ള കാര്യമാണ്. പ്രാർത്ഥനയിലെ വിജയം. എല്ലാവരും പറയാം, പ്രാർത്ഥനയിലെ വിജയം. വാ കൊണ്ട് പറയുക, പ്രാർത്ഥനയിലെ വിജയം. ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിൽ കാണുന്നവരൊക്കെ വിക്ടറി ഇൻ പ്രയർ, പ്രാർത്ഥനയിലെ വിജയമെന്ന് ടൈപ്പ് ചെയ്യുക, അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ബ്രദറെ, ഞാനത് ഹാജരുണ്ട് എന്ന് പറയുന്നത് തുല്യമാണ്. അതുകൊണ്ട് നോട്ട്സ് എഴുതുമായിരിക്കും, വെരി ഗുഡ്. എന്നാൽ കമൻറ്റ് സെക്ഷനിൽ കാണുന്ന ശുശ്രൂഷകർ, ബ്ലെസ്സിങ് ടുഡേയിലുള്ളവർ, ബ്ലെസ്സിങ് ടുഡേയുമായി ഒരു ബന്ധമില്ലാത്തവരാണെങ്കിലും നോ പ്രോബ്ലം. ഏത് രീതിയിൽ നിങ്ങളിത് കണ്ടുപോയല്ലോ, അതൊരു ദൈവിക നിയോഗമായി എടുത്ത് ഇത് മുഴുവൻ കാണണം. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകല്ലേ. കാരണം ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ശമൂവേലാണെന്നും ശൗലിനോട് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്നോട് അറിയിക്കേണ്ടതിന് അല്പം നിൽക്ക്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. തിരക്ക് പിടിച്ച് ഓടല്ലേ. കഴുതയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ ഓടല്ലേ. എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് പറയാനുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എനിക്ക് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ചില അരുളപ്പാടുകൾ, ചില സന്ദേശങ്ങൾ എനിക്ക് അറിയിക്കാനുണ്ട്. അതുകൊണ്ട്
ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് തീരുന്നത് വരെ കാണുക. ഹലോ, എന്താണ് ടൈപ്പ് ചെയ്തത്? അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് എങ്ങനെ? വിക്ടറി ഇൻ പ്രയർ, പ്രാർത്ഥനയിലെ ജയം. 1 John 5:14 ആണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ദിസ് ഈസ് ദ കോൺഫിഡൻസ് വി ഹാവ് ഇൻ അപ്രോച്ചിങ് ഗോഡ്. ദൈവത്തെ സമീപിക്കുന്നതിലെ നമ്മുടെ വിശ്വാസം ഇതാണ്, ഉറപ്പ് ഇതാണ്. ദാറ്റ് ഇഫ് വി ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, ഹി ഹിയേഴ്സ് us. നാം എന്തെങ്കിലും അവൻ്റെ ഇഷ്ടപ്രകാരം ചോദിച്ചാൽ അവൻ നമ്മെ കേൾക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ് നമുക്കുള്ള ഉറപ്പ്. ഡെക്ലറേഷൻ നോക്കുക. മൈ പ്രേയേഴ്സ് മൂവ് ഹെവൻ ടുഡേ. ഇന്ന് എൻ്റെ പ്രാർത്ഥനകൾ സ്വർഗത്തെ ചലിപ്പിക്കുന്നു. വിക്ടറി ഈസ് റിലീസ്ഡ് ആസ് ഐ എഗ്രി വിത്ത് ഗോഡ്സ് വിൽ. ഞാൻ ദൈവത്തിൻ്റെ ഹിതവുമായി ചേർന്ന് വരുമ്പോൾ ജയം എനിക്കായി സ്വതന്ത്രമാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജയം എനിക്കായി നൽകപ്പെടുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇതേ പേജിൽ കാണുന്നത് വായിച്ച് ടിക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് പറഞ്ഞ് വിക്ടറി ഇൻ പ്രയർ, പ്രാർത്ഥനയിലെ ജയം. എല്ലാവരും ചേർന്ന് പറയാമോ? പ്രാർത്ഥനയിലെ ജയം. നമ്പർ 1, എഴുതുക. മനുഷ്യപുത്ര എഴുതുക, മനുഷ്യപുത്രി എഴുതുക, ഡയറിയിൽ എഴുതുക. ഡയറി ഇല്ലാത്തവരെ ഏതെങ്കിലും നോട്ട്ബുക്കിൽ എഴുതുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. ഒപ്പം മിടുക്കന്മാരും മിടുക്കികൾ കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും കൂട്ടായ്മയാണ്. അതിൽ പലർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥനാ വിഷയങ്ങളിടാം. ഒത്തിരി പേര് കാണും, പ്രാർത്ഥിക്കും. ലൈവ് ചാറ്റിൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ അതിന് ശേഷം അതാരും കാണുന്നില്ല. എന്നാൽ കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ എന്നും എന്നേക്കും എന്നതുപോലെ അതവിടെ കിടക്കും. എന്താണ് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു? നമ്പർ 1, പ്രയർ ബിഗിൻസ് വിത്ത് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ക്യാരക്ടർ. ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം, മാറ്റമില്ലാത്ത സ്വഭാവം, കരുണയുള്ള സ്വഭാവം, മനസ്സലിയുള്ള സ്വഭാവം, എന്നോട് മനസ്സലിയുന്ന, അല്ലെങ്കിൽ ഞാൻ പൊടിയെന്ന് ഓർക്കുന്ന ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള എൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ആ ഒരു ഉറപ്പിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അത് മതപരമായ ഒരു ചടങ്ങായി മാറും. ജോൺ ഡസ് നോട്ട് സേ വി അപ്രോച്ച് ഗോഡ് വിത്ത് അൺസർട്ടൈനിറ്റി. യോഹന്നാൻ അപ്പോസ്തലൻ നാം ദൈവസന്നിധിയിലേക്ക് വരുന്നത് ഒരു അനിശ്ചിതാവസ്ഥയിലാണ്, അരിഷ്ടാവസ്ഥയിലാണ്, അരക്ഷിതാവസ്ഥയിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹി സേസ് വി അപ്രോച്ച് ഹിം വിത്ത് കോൺഫിഡൻസ്. നാം അവൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് ആത്മവിശ്വാസത്തോടുകൂടെ, ഉറപ്പോടുകൂടിയാണ്, ഉള്ളുറപ്പോടുകൂടിയാണ്. ദിസ് കോൺഫിഡൻസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അവർ പെർഫോമൻസ് ബട്ട് ഓൺ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. നമ്മുടെ പ്രകടനങ്ങളിലല്ല ഈ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്ന, പകരം ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ്. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, കർത്താവേ എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, എന്നോട് ക്ഷമിക്കണം. മനസാന്തരപ്പെടാൻ ഏറ്റുപറച്ചില്ല, അതിനൊന്നും ഞാൻ എതിരില്ല. പക്ഷേ പ്രാർത്ഥനയിലുള്ള നമ്മുടെ ഉറപ്പെന്താണ്? ദൈവം വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറ്റി പറയില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. A child does not hesitate to approach a loving father because relationship creates confidence. ഒരു കുട്ടി സ്നേഹമുള്ളൊരു പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ, ആ പിതാവിനെ സമീപിക്കുന്നതിൽ ഒട്ടും മടിച്ചു നിൽക്കില്ല. കാരണം റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. അപ്പനുമായുള്ള, പിതാവുമായുള്ള ബന്ധമാണ് ഉറപ്പ് നൽകുന്നത്, വിശ്വാസം നൽകുന്നത്. എബ്രായ ലേഖനം 4:16 ലെറ്റ്സ് അപ്രോച്ച് ഗോഡ്സ് ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത് കോൺഫിഡൻസ്. ദൈവത്തിൻ്റെ കൃപാസനത്തിനടുക്കിലേക്ക് നാം അറച്ചറച്ച് ചെല്ലുക, പേടിച്ച് ചെല്ലുക. എങ്ങനെയാണ് ചെല്ലേണ്ടത്? ധൈര്യത്തോടെ ചെല്ലുക. കാരണം എന്നെ അവൻ തള്ളിക്കളയില്ല. ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയാം, ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല. പലരും
തള്ളിക്കളഞ്ഞ് കാണും. തള്ള പോലും തള്ളിക്കളയുമെന്നാണ് വചനത്തിൽ കാണുന്നത്. യേശയ്യാവിൻ്റെ പുസ്തകം 49:15 ഒരുപക്ഷെ നിന്നെ പ്രസവിച്ച സ്ത്രീ നിന്നെ തള്ളിക്കളയാ. ഇങ്ങനൊരു മകൻ എനിക്കില്ല, ഇങ്ങനൊരു മകൾ എനിക്കില്ല. അവരുടെ വേദന കൊണ്ടായിരിക്കും, എന്തോ ആയിക്കോട്ടെ. എത്രയോ പേര് ഒരു പുരുഷൻ്റെ പുറകെ പോകാൻ വേണ്ടി മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിയ ചരിത്രങ്ങൾ എത്രയോ നമ്മൾ കേൾക്കുന്നു. റോമലേഖനം 8:15 ബൈ ഹിം വി ക്രൈ ആബ ഫാദർ. അവനാൽ നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മ നമ്മിൽ വസിക്കുന്നത് കൊണ്ട്, പുത്രത്വത്തിൻ്റെ ആത്മാ നമ്മിൽ ഉള്ളതുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും ദൈവത്തെ ആബാ, അപ്പാ, പിതാവേ എന്ന് വിളിക്കണം. കാരണം യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ ഒരു വിളിയുണ്ടല്ലോ, ആ വിളിയിലാണ് അവൻ്റെ മനസ്സിലെ വിളിയിലേക്ക് വരുന്നതും നമുക്കൊരാശ്വാസം കിട്ടുന്നത്. നമുക്കൊരു അപ്പനുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഭൂമിയിലെ പിതാവ് മരിച്ചു പോയി കാണാം, നോ പ്രോബ്ലം. ആ സമയത്ത് തന്നെ സ്വർഗത്തിലെ പിതാവ് ആ വേക്കൻസിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. സോ പ്രെയർ ബിക്കംസ് പവർഫുൾ വെൻ വി സ്റ്റോപ്പ് wondering whether God cares and start believing what He does. പ്രാർത്ഥന ശക്തമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവം കരുതുന്നവനാണോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ അല്ല. പകരം അവൻ എന്നെ കരുതുന്നവനാണ്, അവൻ തള്ളിക്കളയാത്തവനാണ്, അവൻ ഉപേക്ഷിക്കാത്തവനാണ് എന്ന് വ്യക്തമായി അകത്ത് ബോധ്യമുള്ളപ്പോഴാണ് വലിയ ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ, ശക്തമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്പർ 2, വിക്ടറി ഇൻ പ്രേയർ കംസ് ത്രൂ അലൈൻമെൻറ്റ് നോട്ട് പ്രഷർ. പ്രാർത്ഥനയിലെ വിജയം വരുന്നത് സമ്മർദ്ദം കൊണ്ടല്ല, പിരിമുറുക്കം കൊണ്ടല്ല, പകരം ദൈവവുമായി ചേർന്ന് വരുന്നതിലൂടെയാണ്, ദൈവമായി ഇണങ്ങിച്ചേരുന്നതിലൂടെയാണ്. യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. നാം എന്തെങ്കിലും അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചാൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചാൽ. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. അതാണെന്ത്? അലൈൻമെൻറ്റ്. ദൈവമായി ഇണങ്ങിച്ചേരുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവഹിതമല്ലാത്തൊരു കാര്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൈപിടിച്ച് തിരിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ സാധാരണ അവനത് വഴങ്ങില്ല. ചില സമയത്ത് കർത്താവ് അനുവദിക്കും. അതിനെയാണ് ദൈവത്തിൻ്റെ പെർമിസീവ് വിൽ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ 2 വില്ലാണുള്ളത്, പെർഫെക്റ്റ് വിൽ, പെർമിസീവ് വിൽ. പെർഫെക്റ്റ് വിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ശുഭത വരാൻ, നമുക്ക് നല്ലത് വരാൻ ദൈവമായി പ്ലാൻ ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. പെർമിസീവ് വിൽ എന്ന് പറഞ്ഞാൽ അതല്ല, എനിക്കിത് കിട്ടിയേ പറ്റൂ. പിടിവാശിയുള്ള പിള്ളേർ ചില സമയത്ത് ഭയങ്കരമായി പാരൻസിനെ അങ്ങ് നിർബന്ധിക്കും, എനിക്ക് കല്യാണം മതി, എനിക്ക് അവളെ മതി, എനിക്ക് അവനെ മതി, ഇതേ പറ്റുള്ളൂ, എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം. കല്യാണം കഴിപ്പിച്ച അവസാനം എന്നാ നീ നിൻ്റെ ഇഷ്ടം ചെയ്യും എന്ന് പാരൻസ് പറയും. അവർക്കറിയാം എന്തോ ഒരു പന്തികേടുണ്ട്, ഈ ചെറുക്കൻ ശരിയല്ല, അല്ല ഈ പെൺകുട്ടി ശരിയല്ല. അകത്ത് അവർക്കൊരു തോന്നലുണ്ട്. എൻ്റെ അർത്ഥം പാരൻസ് പറയുന്നത് തന്നെ മുഴുവൻ ചെയ്യണമെന്നൊന്നുമല്ല, പാരൻസ് അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുമല്ല ഞാനീ പറയുന്നത്. പലപ്പോഴും ചിലരിങ്ങനെ പിടിവാശി പിടിച്ച് കല്യാണം കഴിക്കും. 1 മാസം കഴിയുമ്പോൾ ഇതാ വീട്ടിൽ വന്ന് നിൽക്കും. പാരൻസ് അപ്പോഴേ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെയാണ് ദൈവത്തോടുള്ള അപ്രോച്ചിലും നമ്മളിങ്ങനെ ഒത്തിരി നിർബന്ധിച്ച് ദൈവത്തെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പോലെ. പെർമിസീവ് വില്ലിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം, എല്ലാ ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. അപ്പം ജനങ്ങളിങ്ങനെ വന്നിട്ട് വിളിക്കുകയാണ്, വി വാണ്ട് എ കിങ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്നിങ്ങനെ മുറവിളി കൂട്ടിയപ്പോൾ പറഞ്ഞു, അങ്ങനെ ചെയ്തു കൊടുത്തേക്കാൻ പറഞ്ഞു. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ എന്നെ തള്ളി ഒരു രാജാവിനെ വേണമെന്ന് ബഹളം കൂട്ടുമ്പോൾ അങ്ങ് വാഴിച്ചു കൊടുത്തേക്ക്.
പക്ഷെ അവരനുഭവിച്ചോളും. അതുപോലെ തന്നെ 40 വർഷം അവർ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ കൊണ്ട് സമ്മർദ്ദം ചലിപ്പിച്ചിട്ട് നമ്മുടെ പ്ലാനിലേക്ക് ദൈവത്തെ വളച്ചൊടിച്ച് കൊണ്ടുവന്ന് ഒപ്പിടിച്ച് മേടിക്കുന്ന പരിപാടിയല്ല. പ്രയർ ഈസ് അലൈനിങ് അവർസെൽവ്സ് വിത്ത് ഹിസ് പർപ്പസസ്. നല്ല ചില പ്രാർത്ഥനയുടെ മാതൃക ഞാൻ പറഞ്ഞിട്ടെ. Be it unto me according to your will. നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ആരുടെ പ്രാർത്ഥനയാണ്? യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്ത്രീ മറിയുടെ പ്രാർത്ഥനയാണ്. നിൻ്റെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ പ്രഗ്നൻ്റ് ആകണോ? നാണക്കേടല്ലേ കർത്താവ്? എങ്കിലും നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. കാരണം സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പ്, ആ രക്ഷയാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇത് തന്നെ യേശുവും പ്രാർത്ഥിച്ചത്. ഈ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ് മോനും പ്രാർത്ഥിച്ചത്. ഗെത്സമൻ തോട്ടത്തിൽ പറഞ്ഞല്ലോ, പിതാവേ പറ്റുവാണെങ്കിൽ ഒന്ന് മാറ്റിയത്, പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ബി ഇറ്റ് അൺടു മീ അക്കോർഡിംഗ് ടു യുവർ വിൽ ലോർഡ്. അതാണ് അലൈൻമെൻറ്റ്, ദൈവത്തിൻ്റെ ഇഷ്ടവുമായി ചേർന്ന് വരുന്നത്. ദ സ്ട്രോങ്കസ്റ്റ് പ്രേയേഴ്സ് ഇൻ സ്ക്രിപ്ചർ വെർ ബോൺ ഫ്രം നോയിങ് ഗോഡ്സ് ഹാർട്ട്. തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു പ്രാർത്ഥിക്കുന്നു, നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മത്തായി 6:10 നമ്മൾ കാണുന്നത്, യോ കിങ്ഡം കം, യോ വിൽ ബി ഡൺ. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാകണമേ. യോഹന്നാൻ 15:7, ഇഫ് യു റിമെയിൻ ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് റിമെയിൻ ഇൻ യു, ആസ്ക് വട്ട് എവർ യു വിഷ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിച്ചേക്കാൻ. എൻ്റെ അർത്ഥം, എന്തെങ്കിലും ഇഷ്ടമുള്ളതല്ല അവിടെ ചോദിക്കുക. എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ എൻ്റെ ഇഷ്ടമേ നിങ്ങൾ ചോദിക്കൂ, കാരണം എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവും. 37-ാം സങ്കീർത്തനം 4-ാമത്തെ വചനത്തിൽ, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അപ്പോൾ അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ കർത്താവിൽ തന്നെ രസിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചോദിക്കുമോ? അപ്പോൾ അതവനും അകത്തൊരു മുറിവാവില്ലേ? വളരെ ഒറ്റ സുഹൃത്തുക്കൾ. ആ സുഹൃത്ത് ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ മറ്റേ സുഹൃത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇയാൾ ചെയ്യാതെ നോക്കും. The closer we are to God's heart, the more powerful our prayers become. ദൈവഹൃദയത്തോടെ എത്രത്തോളം നമ്മൾ അടുത്തിരുന്നു, അതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളും വളരെ ശക്തമായിരിക്കും. നമ്പർ 3, many victories are won before they are seen. പല വിജയങ്ങളും അവ കാണപ്പെടുന്നതിന് മുമ്പ്, ദൃശ്യമാകുന്നതിന് മുൻപ് തന്നെ നേടിയിരിക്കും. ഉദാഹരണത്തിന്, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു 21 ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിനെ ഫോളോ ചെയ്താണ് ഒത്തിരി ലോകത്തിലെ എല്ലായിടങ്ങളിലും ഇന്നും 21 ഡേ ഫാസ്റ്റിംഗ് കാണുന്നത്. 21 ദിവസത്തെ പ്രാർത്ഥന. ആരാണ്? ദാനിയേൽ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മാറ്റമില്ല. ഈ 20 ദിവസവും ഒരു മറുപടിയില്ല. ബൈ ദ വേ, ഡാനിയേൽ 21 ദിവസം ഉപവാസം എന്ന് പറഞ്ഞുകൊണ്ട് ലീവ് എടുത്ത്, ഞാൻ 21 ഡേ ഫാസ്റ്റിംഗ് ആണ്, ആരും എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഇത്തിരി വെള്ളം കുടിച്ചോളാം. അങ്ങനെയല്ല ഡാനിയേൽ തീരുമാനിച്ച് 21 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം വാസ്തവത്തിൽ ചെയ്തത് പ്രാർത്ഥിക്കാനിരുന്നേ ഉള്ളൂ. എന്നാൽ 21ാമത്തെ ദിവസമാണ് മറുപടി വന്നത്. അതുകൊണ്ട് അത് 21 ഡേയ്സ് ആയിപ്പോയതാണ്. അല്ലാതെ 21 ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉപവാസ പ്രാർത്ഥന തുടങ്ങിയില്ല. എങ്കിലും അതിപ്പോൾ നമ്മൾ ഒത്തിരി പേര് തുടരുന്നു, ഞാനൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യത്യാസവും കണ്ടില്ല. ബട്ട് ഇൻ ദ സ്പിരിച്വൽ റെലം എ ബാറ്റിൽ വാസ് ടേക്കിംഗ് പ്ലേസ്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ആത്മമണ്ഡലത്തിൽ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. ഡാനിയൽ 10:12, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10:12, ഫ്രം ദ ഫസ്റ്റ് ഡേ that you prayed, your words were heard.
നീ പ്രാർത്ഥിക്കാൻ ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ നിൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. എന്നാൽ അത് പാഴ്സി ദേശത്തിൻ്റെ പ്രഭു അവിടെ ഈ ഉത്തരവുമായി വന്നുകൊണ്ടിരുന്ന ഈ ദൂതനെതിരെ ഫൈറ്റ് ചെയ്ത് ഇത്രയും ദിവസം ഡിലേ ചെയ്യിപ്പിച്ചു. അപ്പോൾ ചിലതവിടെ നടക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇൻവിസിബിൾ റെലമിൽ പലതും നടക്കാം. ഗലാത്യലേഖനം 6:9 but do not become weary in doing good, here in praying. എന്നാൽ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസ് 18:1 ഓൾവേസ് പ്രേ ആൻഡ് ഡു നോട്ട് ഗിവ് അപ്പ്. എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ, പ്രാർത്ഥന നിർത്തിക്കളയരുത്. ദൈവത്തിൽ നിന്നുള്ള ഉത്തരം എപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ എന്ത് പ്രാർത്ഥിക്കുമെന്നും എന്തുത്തരം കൊടുക്കണമെന്നുമെല്ലാം ദൈവത്തിന് തൻ്റെ സർവജ്ഞാനത്തിൽ അറിയാം. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി നമ്മിലേക്ക് വരുന്നത് പല രീതികളിലായിരിക്കും. ഇമ്മീഡിയറ്റ്ലി, ഗ്രാജുവലി, സ്ട്രാറ്റജിക്കലി, ഇങ്ങനെ പല രീതിയിലും വരാം. പെട്ടെന്ന് വരാം, സാവധാനം ചില ഉത്തരങ്ങൾ വരാം, വളരെ എങ്ങനെ അതിനെ പറയേണ്ടത്, സ്ട്രാറ്റജിക്കലി, വളരെ തന്ത്രപരമായ എന്ന് വെച്ചാൽ ദൈവം നോക്കി തക്ക സമയത്ത്, അതാണ് ഉദ്ദേശിച്ചത്, രീതിയിലും വരാം. ബട്ട് ഹി നെവർ ഇഗ്നോർസ് ദ പ്രേയേഴ്സ് ഓഫ് ഹിസ് ചിൽഡ്രൻ. എന്നാൽ ഒരിക്കലും ദൈവമക്കളുടെ പ്രാർത്ഥനയെ അവൻ അവഗണിക്കുന്നില്ല. ചില സമയത്ത് പ്രാർത്ഥനകളുടെ ഉത്തരം നോ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇപ്പം എൻ്റെ ജീവൻ എടുക്കും, ഭർത്താവ് എന്നെ വഴക്ക് പറയും, ഇപ്പം എന്നെ കൊല്ലണേ. അത് കേട്ട് എത്ര പ്രാവശ്യം കൊല്ലേണ്ടി വരും? മിക്കവാറും എല്ലാ ദിവസവും ഇത് തന്നെ പ്രാർത്ഥന. അതൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല. ചില സമയത്ത് ഒരു 16 വയസ്സുള്ളൊരു പെങ്കൊച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നെൻ്റെ കല്യാണം, അല്ല വേണ്ട ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കല്യാണം നടക്കുമോ? 21 വയസ്സാണ്. നിയമമില്ല, വെയിറ്റ് എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ പല രീതിയിൽ വരാം. നോ വരാം, വെയിറ്റ് വരാം, യെസ് വരാം. നമ്പർ 4, പ്രയർ ചേഞ്ചസ് അറ്റ്മോസ്ഫിയേഴ്സ് ആൻഡ് ഡെസ്റ്റിനീസ്. പ്രാർത്ഥന അന്തരീക്ഷങ്ങളെയും ലക്ഷ്യങ്ങളെയും മാറ്റുന്നു. പ്രയർ ഈസ് നോട്ട് മിയർലി എ റിലീജിയസ് എക്സസൈസ്. പ്രാർത്ഥന മതപരമായ ഒരു അഭ്യാസമല്ല, അല്ലെങ്കിൽ ഒരു വ്യായാമ മുറയല്ല. ഇറ്റ് ക്യാൻ ചേഞ്ച് സിറ്റുവേഷൻസ്. പ്രാർത്ഥനകൾക്ക് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. പ്രയർ ക്യാൻ ഓപ്പൺ ഡോഴ്സ്. പ്രാർത്ഥനകൾക്ക് വാതിലുകൾ തുറക്കാൻ കഴിയും. പ്രയർ ക്യാൻ ബ്രേക്ക് സ്ട്രോങ് ഹോൾഡ്സ്. വലിയ കോട്ടകളെ തകർക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇറ്റ് ക്യാൻ റിലീസ് ഗോഡ്സ് പർപ്പസസ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ സ്വതന്ത്രമാക്കാൻ, വെളിപ്പെടുത്താൻ പ്രാർത്ഥനകൾക്ക് സാധിക്കും. പ്രാർത്ഥനകൾക്ക് അനന്ത സാധ്യതകളാണുള്ളത്. പ്രാർത്ഥനയ്ക്ക് എത്ര ശക്തിയുണ്ട്? ദൈവത്തിന് എത്ര ശക്തിയുണ്ട് അത്രയും ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. എഴുതി വെക്ക്, ടൈപ്പ് ചെയ്തിടുക. ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി പ്രാർത്ഥനയ്ക്കുമുണ്ട്. ഹലോ, ടൈപ്പ് ചെയ്തിടുക, എഴുതി വെക്കുക, എല്ലാവരോടും പറയുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഉണ്ട്. ദൈവത്തിന് എത്രയും ശക്തിയുണ്ടോ അത്രയും ശക്തി എൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. കാരണം ഇടപെടുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ രംഗത്ത് വരുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് എത്ര ശക്തിയുണ്ട് അത്രയും ശക്തിയുണ്ട്. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും മനസ്സിലാവും, എഴുതി വെച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ നിന്നും സ്വതന്ത്രമായി. എന്ന് വെച്ചാൽ ഒരു കിളിയെ, ഒരു പറവയെ, ഒരു ബേർഡിനെ ഒരു കൂടിനകത്ത് ഇട്ടിരിക്കുകയാണ്. ആ കൂട് തുറന്ന് ആ പക്ഷിയെ വിടുന്നത് പോലെ പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കൂളായിട്ട് ഇയാളെ ദൈവം പുറത്തു കൊണ്ടുവന്നു. എലൈജ prayed and rain returned. എലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ തിരിച്ചു വന്നു. കുറേ നാളത്തെ മഴയില്ല. അത് എലിയ തന്നെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തോളാം. ഞാൻ പറഞ്ഞിട്ടല്ല ഇവിടെ മഴ വേണ്ടാന്ന്. 3.5 വർഷം നോ മഴ. 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഒരു പണിയാണ്, തുറന്നങ്ങ് വിട്ടേക്കാം. പ്രാർത്ഥിച്ചു മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിച്ചു. ഭയങ്കരമായി എന്ന് വെച്ചാൽ ഈ ദൈവപുരുഷൻ ഈ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ?
പ്രകൃതിയിൽ സാധാരണ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോർമലാകാൻ തുടങ്ങി. അഥവാ ശക്തമായ വെയിലേറ്റ് സമുദ്രത്തിൽ നിന്നും നീരാവി മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ദൈവപുരുഷൻ്റെ ശിഷ്യൻ കടൽ തീരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങുന്നത് കാണും. എൻ്റെ അർത്ഥം നീരാവി പൊങ്ങാൻ തുടങ്ങി. മഴയുണ്ടാകുന്നത് എങ്ങനെ? പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. എങ്ങനെയാണ്? സമുദ്രത്തിൽ സൂര്യപ്രകാശമേറ്റ് വെള്ളം ചൂടായി നീരാവിയായി മുകളിലേക്ക് പൊങ്ങി അത് മേഘമായി രൂപപ്പെട്ട് ആ മേഘം തണുക്കുമ്പോൾ അത് വെള്ളമായി തീർന്ന് മഴയായി ഭൂമിയിലേക്ക് പെയ്യുന്നു. അപ്പോൾ കടൽ കിടന്ന വെള്ളം എവിടെ എത്തിച്ചു? കരയിലെത്തിച്ചു. ഈ ഫിനോമിനൺ ദൈവപ്രപഞ്ചത്തിലാക്കി വെച്ചതിൻ്റെ പേരാണ് മഴ. അങ്ങനെയാണ് കേരളത്തിലൊക്കെ നമുക്ക് മൺസൂൺ കിട്ടുന്നത്. ഇത് സംഭവിച്ചതെങ്ങനെ? ദൈവപുരുഷൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടായി. 3.5 വർഷമായി ഈ ഫിനോമിനൺ, ഈ പ്രതിഭാസം നടക്കുന്നില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ച സമയത്ത് മഴ എന്ന പ്രതിഭാസത്തെ തിരിച്ചു കൊണ്ടുവന്നു. 2 ദിനവൃത്താന്തം 20:3-4 വചനങ്ങളിൽ ജെഹോഷഫാത്ത് എന്നൊരു രാജാവ് ദൈവത്തെ അന്വേഷിച്ചു. അവിടെ സംഭവിക്കുന്നത് യുദ്ധത്തിൽ വലിയ ജയമുണ്ടായി. ഹിസ്റ്ററി ഓഫ്റ്റൻ ടേൺസ് ഓൺ ദ പ്രേയേഴ്സ് ഓഫ് ഗോഡ്സ് പീപ്പിൾ. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. ചരിത്രം പലപ്പോഴും ഇവിടെ വഴിമാറുകയും തിരികുകയും ചെയ്യുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയിലാണ്. ഒന്ന് പറഞ്ഞോട്ടെ, അമേരിക്കയിൽ, ഇന്ത്യയിൽ, ഓസ്ട്രേലിയയിൽ, ആഫ്രിക്കയിൽ ഓരോ സ്ഥലങ്ങളിലും ചരിത്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര ശക്തിയുണ്ട്? ദൈവത്തിന് എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി. എൻ്റെ കണ്ണിലേക്ക് നോക്കി, നിങ്ങൾക്കെതിരെ വരുന്ന ഒരായുധം ഫലിക്കുകയില്ല. വിശ്വസിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഇടപെടുന്നത് ആരോടാണ്? ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട്, ഒരു വാർഡ് മെമ്പറോ, ഒരു കൗൺസിലറോടോ. നിങ്ങൾ നേരെ ഇടപെടുന്നത് അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവായ, സകലത്തെയും തൻ്റെ വിരലുകൾ കൊണ്ടും വായിലെ വചനം കൊണ്ടും തിരിക്കുന്ന മഹാദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല. നിനക്കെതിരെ ഒരു നാവും ന്യായവിസ്താര സഭയിൽ നിൽക്കുകയില്ല. നീ അതിനെ ന്യായം വിധിക്കും. ആയുഷ്കാലത്തൊരു മനുഷ്യൻ നിനക്കെതിരെ നിൽക്കുകയില്ല. കുന്നുകൾ മാറും, പർവ്വതങ്ങൾ അകന്നു പോകും, പക്ഷേ നിന്നോടുള്ള ദൈവത്തിൻ്റെ സമാധാന നിയമം മാറിപ്പോകില്ല. നീ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ പൈതലെങ്കിൽ നീ അവൻ്റെ കൺമണിയാണെന്നുള്ള കാര്യം മറക്കരുത്. കൺമണിയെ നമ്മൾ ഇങ്ങനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് പോലെ ദൈവം നിന്നെ കാത്ത് പരിപാലിക്കും. കൈനീട്ട് കർത്താവേ, പ്രാർത്ഥനയിലെ ജയം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും എന്തൊക്കെയോ പിന്നാമ്പുറത്ത് നടക്കുന്നു, എന്തൊക്കെയോ ആത്മലോകത്തിൽ നടക്കുന്നു, എന്തൊക്കെയോ ആത്മമണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് കൃത്യസമയത്ത് വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കും. കൈനീട്ടി പിടിച്ചേ. കർത്താവേ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, കുടലിനകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ, യൂട്രസിനകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കിഡ്നികൾ സൗഖ്യമാകട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, ലിവർ, ലങ്സ് സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചു പോയ ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിലേക്ക് വരട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ, ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ, കാർട്ടിലേജുകൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐസൈറ്റ് തിരിച്ചു വരട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളിൽ വിടുതൽ, സൗഖ്യം, സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ പ്രെയർ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ വോയിസ് മെസ്സേജായോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു പുസ്തകത്തിലോ പേപ്പറിലോ എഴുതി ഫോട്ടോ എടുത്തു, പക്ഷേ ക്ലിയർ ആയിരിക്കണം, എഴുതുക. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.